ഫോർട്ട് കൊച്ചിയിലെ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതിലെ പോലീസ് വിലക്കിനെതിരെ ഹൈക്കോടതി. എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ നടപടിയെന്നതാണ് ഹൈക്കോടതിയുടെ ചോദ്യം. സംഘടകരായ ഗാലാഡി ഫോർട്ട് കൊച്ചി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. നവമി ദിനേശ് ചേരുന്നു. നവമി, എന്താണ് ഇക്കാര്യത്തിൽ കോടതിയുടെ നിരീക്ഷണം? പാപ്പാഞ്ഞിയെ കത്തിക്കാൻ അനുമതി അവർക്ക് കിട്ടിക്കഴിഞ്ഞോ? സജിത്ത്, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തർക്കം നിലനിന്നിരുന്നു ഈ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട്. എല്ലാ വർഷവും ഫോർട്ട് കൊച്ചിയിൽ പരേഡ് ഗ്രൗണ്ടിലാണ് പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത്. ഈ വെളി ഗ്രൗണ്ടിൽ കഴിഞ്ഞ തവണയും വലിയൊരു പാപ്പാഞ്ഞിയെ നിർമ്മിച്ചിരുന്നു. പക്ഷെ അത് കത്തിക്കാൻ പോലീസ് സമ്മതിച്ചില്ല. അവർ പറയുന്നത് സുരക്ഷാ കാരണങ്ങളാണ്. നമുക്കറിയാം ഈ ഫോർട്ട് കൊച്ചിയിലെ ഈ ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി വലിയ രീതിയിൽ ആളുകൾ എത്തുകയും കഴിഞ്ഞ തവണയൊക്കെ തലനാടിഴയ്ക്കാണ് വലിയൊരു ദുരന്തം ഒഴിവാകുകയും ചെയ്തത്. പോലീസിന് അത്ര സേനയുടെ ബലമില്ല, അതുകൊണ്ട് അവിടെ ആളുകൾ കുറവായിരിക്കും. പോലീസ് സേനയെ നിയോഗിക്കുന്നതിലൊക്കെ ആളുകൾ കുറവാണ്. അതുകൊണ്ട് 2 കിലോമീറ്ററിനുള്ളിൽ തന്നെ 2 ഇടങ്ങളിൽ ഇത്തരത്തിൽ പാപ്പാഞ്ഞിയെ കത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ളൊരു തീരുമാനമായിരുന്നു പോലീസ് എടുത്തത്. ഇതിനെതിരെയായിരുന്നു ഈ സാംസ്കാരിക കൂട്ടായ്മയായ ഗാലാഡി ഫോർട്ട് കൊച്ചി ഹൈക്കോടതിയെ സമീപിച്ചത്. ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ കോടതി ചോദിച്ചത് എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത്, അതിന്റെ രേഖകൾ എന്തെങ്കിലും ഉണ്ടോ എങ്കിൽ, അതായത് പാപ്പാഞ്ഞിയെ കത്തിക്കാൻ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടികളിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകാൻ പോലീസ് തയ്യാറായത്, അതിന്റെ വിശദീകരണം നൽകണം. അതോടൊപ്പം തന്നെ ഈ 27-ന് ഈ രേഖകൾ ഹാജരാക്കാനാണ്. അതായത് പോലീസിന്റെ ഭാഗത്ത് പോലീസിന് എന്ത് മറുപടിയാണ് നൽകാനുള്ളത്, ഇത് 27-ാം തീയതി സമർപ്പിക്കണം. അതോടൊപ്പം തന്നെ ഈ ഹർജിക്കാർക്ക് അത് മറ്റു വകുപ്പുകളുടെ അനുമതിയൊക്കെ കിട്ടിയിട്ടുണ്ടോ, അതായത് ജില്ലാ ഭരണകൂടം ആയിക്കോട്ടെ കോർപ്പറേഷൻ ആയിക്കോട്ടെ അവരുടെയൊക്കെ അനുമതി കിട്ടിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ആ രേഖകൾ കൂടി ഹാജരാക്കുവാനും ഹർജിക്കാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും 27-ാം തീയതി വീണ്ടും ഹർജി പരിഗണിക്കുമ്പോഴായിരിക്കും അന്തിമ തീരുമാനമുണ്ടാകുക. പാപ്പാഞ്ഞിയെ കത്തിക്കാൻ, അതായത് വെളി ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ കത്തിക്കാൻ അനുമതി ഉണ്ടോ, അതോ പരേഡ് ഗ്രൗണ്ടിൽ എല്ലാ തവണയും പോലെ പരേഡ് ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ മാത്രം കത്തിച്ചാൽ മതിയോ എന്നതിൽ ഒരു അന്തിമ തീരുമാനം 27-ാം തീയതി അറിയാൻ കഴിയും. സജിത്ത്, അതാണ് കോടതി എന്താണ് പോലീസിനെതിരെ നിലപാടെടുത്തിട്ടുണ്ട് എന്നതാണ് ഈ കാര്യത്തിലെ പ്രസക്തമായ കാര്യം. ഇതിനിടയിൽ പോലീസിന്റെ നിർദ്ദേശം അവഗണിച്ച് ഫോർട്ട് കൊച്ചി വെളി മൈതാനത്തൊരുക്കിയ കൂറ്റൻ പാപ്പാഞ്ഞി കാണികൾക്കായി തുറന്നുകൊടുത്തു. പരേഡ് ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിക്ക് പുറമെയാണ് മറ്റൊരു കൂട്ടൻ പാപ്പാഞ്ഞി കൂടി ഒരുക്കരുതെന്ന് ആവശ്യപ്പെട്ട് പോലീസ് രംഗത്ത് വന്നെങ്കിലും ഇത് അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സംഘാടകരുടെ നീക്കം.